സതീഷനും അദാനിയും വിഴിഞ്ഞൊക്കെ തന്നെയാണ് ഇന്നത്തെ വിഷയം. ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്ത് കരാർ ലംഘിച്ച് അദാനി പോർട്ട്. കരാർ വ്യവസ്ഥാ ലംഘനത്തിന് അദാനി പോർട്ടിന് വിഴിഞ്ഞം തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തി. 8 തവണയാണ് കരാർ വ്യവസ്ഥാ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെയാണ് അദാനി പോർട്ടിന് പിഴ ചുമത്തിയിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതും ദിവ്യ എസ് അയ്യരാണ്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകാത്തതിനും സർക്കാർ അനുവദിച്ച പണം ചെലവഴിച്ചതിന്റെ കണക്കുകൾ നൽകാത്തതിനുമാണ് പിഴ ചുമത്തിയത്. പ്രത്യേക ബാങ്ക് അക്കൌണ്ടിൽ നിന്നും മറ്റ് അക്കൌണ്ടിലേക്ക് പണം മാറ്റിയും വ്യവസ്ഥ ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു. റോഷിപാലും TV പ്രസാദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. നമുക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ദിവ്യ എസ് സ്ഥാനത്തു നിന്ന് മാറ്റിയത് സ്വാഭാവികമായ മാറ്റമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അദാനിക്കെതിരെ ശക്തമായ നിലപാട് ആ സമയത്ത് തന്നെ, അതായത് അദാനി പോർട്ട് വരുത്തുന്ന ബീച്ചുകൾക്കെതിരെ നിലപാടെടുത്തിരുന്നു ദിവ്യ എസ് അയ്യർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പിഴ പോലും അടപ്പിക്കാൻ ദിവ്യ എസ് അയ്യർ ശ്രമിച്ചിരുന്നു എന്നാണ്. അരുൺകുമാർ, വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം വിഴിഞ്ഞം തുറമുഖത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള അദാനി പോർട്ടിന് അവർ ഈ കരാർ ലംഘിച്ചതിന്റെ പേരിൽ ചുമത്തിയ പിഴയുടെ തുകയാണത് 15 കോടിയോളം വരും എന്നതാണ്. 8 തവണ വിവിധ വിഷയങ്ങളിൽ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയത് MD ആയിരിക്കെ ദിവ്യ എസ് അയ്യരായിരുന്നു. അങ്ങനെ ദിവ്യ എസ് അയ്യരാണ് 8 തവണ നോട്ടീസ് നൽകിയത്. അതിൽ പലതവണയായിട്ടാണ് ഏതാണ്ട് 15 കോടിയോളം രൂപ പിഴ ചുമത്തിയത്. ഈ തുക അടച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാലും ഇതിനൊപ്പം തന്നെ എന്തൊക്കെ കാരണങ്ങളാണ് ഈ വ്യവസ്ഥാ ലംഘനം എന്നത്, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കൃത്യമായി കരാർ വ്യവസ്ഥ പ്രകാരം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അത് തുറമുഖ കമ്പനിക്ക് നൽകണം. സർക്കാരിന്റെ അധീനതയുള്ള തുറമുഖം കമ്പനിക്ക് വിസിലിന് നൽകണം എന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇവർ സമർപ്പിക്കാറില്ല. അങ്ങനെയാണ് അദാനി പോർട്ടിന് 1 തവണ പിഴ ചുമത്താൻ കാരണം. ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ പോലും പലവട്ടം കാരണം കാണിക്കൽ നോട്ടീസ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ദിവ്യ എസ് അയ്യർ നൽകേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തുറമുഖത്തിന് സർക്കാർ നൽകുന്ന തുകയടക്കം വിനിയോഗിക്കാൻ ഒരു പ്രത്യേക ബാങ്ക് അക്കൌണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൌണ്ടിലേക്ക് സർക്കാർ നൽകുന്ന തുക ആ അക്കൌണ്ട് വഴി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒരു കരാർ വ്യവസ്ഥ. ആ കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അദാനി പോർട്ട് എന്നതാണ്. ഇനിയും ആരാണ് ഈ ദിവ്യ എസ് അയ്യർ? കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾ. നമുക്കറിയാം, മുൻ MLA ശബരീനാഥന്റെ ഭാര്യ, മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മരണപ്പെട്ട G. കാർത്തികേയന്റെ മരുമകൾ എന്ന് വെച്ചാൽ തികച്ചും കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ, ഒരു IAS ഉദ്യോഗസ്ഥയെ എന്തിനാണ് അദാനി പോർട്ടിന്റെ ചുമതലയുള്ള MD സ്ഥാനത്തേക്ക് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ചത്? ഏതെങ്കിലും ഇടതുപക്ഷ അനുഭാവമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളെ നിയമിച്ചാൽ പോരായിരുന്നു. എന്നാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദിവ്യ എസ് അയ്യർ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് എന്നല്ല, വളരെ കൃത്യമായി അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി അവർ നിർവഹിക്കുമെന്നുള്ള മുൻകാല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ആ ജോലി അവരെ ഏൽപ്പിച്ചത്. അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. പല സമയത്തും കോൺഗ്രസ് നേതാക്കൾ ദിവ്യ എസ് അയ്യർ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ, വിശിഷ്യ അതിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ഈ നിലപാടിൽ പുകഴ്ത്തി സംസാരിച്ച ദിവ്യ എസ് അയ്യരോട് അവർക്ക് വിദ്വേഷവും ഉണ്ടായിരുന്നു. എന്നാൽ അവരാ പണി എങ്ങനെയാണ് നിർവഹിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്ത. കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുകയാണ് ചെയ്തത്. എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം? കരാർ ഉണ്ടാക്കിയത് ഇടതുപക്ഷ സർക്കാർ അല്ല. 2015 ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന താല്പര്യം ബലികഴിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിൽ അദാനിയുമായി ഒപ്പിട്ടത്. എന്താണ് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാത്ത ഒരു കരാറാണെന്ന് പറയാൻ കാരണം? അന്ന് ഇടതുപക്ഷം തന്നെ ആരോപിച്ചിരുന്നത്, വിശിഷ്യ CPIM ആരോപിച്ചിരുന്നത് ഇത് കടൽ കൊള്ള എന്നാണ്. കാരണം 6000 കോടിയോളം രൂപ മുടക്കുന്ന സംസ്ഥാന സർക്കാരിനല്ല എല്ലാ അവകാശങ്ങളും, പകരം 2400 ചില്ലാൻ കോടി മുടക്കുന്ന ഈ വിഴിഞ്ഞം പോർട്ടിൽ അദാനിക്കാണ് അദാനിയുടെ താല്പര്യമാണ് ഈ കരാറിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. കാരണം അദാനിക്ക് 40 വർഷത്തേക്ക് കരാർ കൊടുക്കുമ്പോൾ ആദ്യത്തെ 15 വർഷം 5 പൈസ പോലും ലാഭമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് ആവില്ല എന്നുള്ളതാണ്. 6000 കോടി മുടക്കിയ സംസ്ഥാന സർക്കാരിന് 5 പൈസയുടെ ലാഭം 15 വർഷത്തേക്ക് കിട്ടില്ല. പകരം ആ ലാഭം മൊത്തം ആർക്ക് എടുക്കാം? അദാനിക്കെടുക്കാം. കരാറിൽ ഒരു വ്യവസ്ഥയാണ്. ഇനി 15 വർഷം കഴിഞ്ഞാലോ 16ാമത്തെ വർഷം 1% ലാഭം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്, ബാക്കി 99% ലാഭം അദാനി കമ്പനിക്ക്. എന്ന് വെച്ചാൽ അന്ന് 100 കോടി രൂപ ലാഭമുണ്ടെങ്കിൽ അതിൽ 99 കോടിയും അദാനിക്ക് എടുത്തിട്ട് 1 കോടി മാത്രം സംസ്ഥാന സർക്കാരിന് കൊടുത്താൽ മതി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ തോതിൽ ലാഭം കൂടി 40 വർഷം തികയുമ്പോൾ 40% ലാഭം സംസ്ഥാന സർക്കാരിനും 60% ലാഭം അദാനിക്കും എന്നുള്ള രീതിയിലാണ് ഈ കരാർ വ്യവസ്ഥ.
ഇതുകൊണ്ടാണ് അതിനെ കടൽക്കൊള്ള എന്ന് പറയുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇതിന് വേണ്ടിയിട്ട് 500 ഏക്കർ ഭൂമിയാണ് വിട്ടു നൽകിയിട്ടുള്ളത്. മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതുകൊണ്ടാണ് ഇതിനെ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കരാർ ഒപ്പിട്ട സ്ഥിതിക്ക്, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഒപ്പിട്ട സ്ഥിതിക്ക്, മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യമില്ലല്ലോ. അത് ഉമ്മൻചാണ്ടി ആയാലും അത് പിണറായി ആയാലും സതീഷിനായാലും മുഖ്യമന്ത്രിയാണ് ഒപ്പിട്ടത്. അതുകൊണ്ട് ആ കരാറുമായി മുന്നോട്ട് പോകലേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ പരമാവധി താല്പര്യം ഈ കരാറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിന് വളരെ കൃത്യമായി ദിവ്യ എസ് അതിന് ശ്രമിച്ചു എന്നുള്ളതും കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതിന്റെ പേരിൽ കൃത്യമായി നോട്ടീസ് അയക്കുകയും പിഴ ചുമത്തുകയും ചെയ്ത വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ എന്താണ് ചെയ്തത്? അദാനിക്ക് വേണ്ടി അകമഴിഞ്ഞു സഹായിച്ചു. അയാൾ മുഖ്യമന്ത്രിയായപ്പോൾ ഇതുവരെ മുഖ്യമന്ത്രിമാരും ആരും ഏറ്റെടുത്തതായിട്ട് അറിവില്ലാത്തൊരു വകുപ്പാണ് തുറമുഖ വകുപ്പ്. അതുകൂടി ഏറ്റെടുത്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതാണ് മംഗലാപുരം യാത്രയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മംഗലാപുരത്തേക്ക് 25 ലക്ഷമോ അത് 35 ലക്ഷമോ ഒക്കെ ചാർജ് വരുന്ന ഒരു ചാർട്ടേഡ് വിമാനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ഒരാളുടെ കൂടെ ഇയാൾ പോവുകയാണ്. എന്നിട്ട് കാണുന്നത് ആരെയാണ്? അവിടെ പോയിട്ട് കോൺഗ്രസ് നേതാക്കളെയല്ല, NDAയുടെ നേതാക്കളെ കാണുന്നു. കൂടാതെ അദാനിയുടെ പ്രതിനിധിയെയും കണ്ട് ചർച്ച നടത്തുന്നു. എന്നിട്ട് പത്രക്കാരെ എപ്പോഴോ ചോദിച്ചപ്പോൾ, പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല, എപ്പോഴോ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഞാൻ യഥാർത്ഥത്തിൽ അവിടെ പോയത് ആര്യാടൻ്റെ അകന്ന ബന്ധുവിനെ കാണാനാണെന്നുള്ളതാണ്. ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂർ പോയിട്ട് കാണാത്ത ഒരാളാണ് ആര്യാടൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ 25-30 ലക്ഷം രൂപ ചെലവുള്ള ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരം പോയത് എന്ന് പറയുമ്പോൾ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ചില മാപ്രകൾക്കും UDF-കാർക്കും കഴിഞ്ഞെന്ന് വരും. യഥാർത്ഥത്തിൽ കച്ചവടം ഉറപ്പിച്ചിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യ എസ് അയ്യരും ഇടതുപക്ഷ സർക്കാരും അവർക്ക് തലവേദനയായിരുന്നു അദാനി ഗ്രൂപ്പിന്. ആ തലവേദന ഒഴിവാക്കാനാണ് ഈ വകുപ്പ് വി.ഡി. സതീഷിനെയും അത് കൈകാര്യം ചെയ്യാനുള്ള ഔദ്യോഗിക ചുമതല വി.ഡി. സതീഷിന്റെ ഇഷ്ടക്കാരനെയും ഏൽപ്പിച്ചത്. ആരാണ് വി.ഡി. സതീഷിന്റെ ഇഷ്ടക്കാരൻ? അതാണ് രത്തൻ യു കേൽക്കർ. ആളെ മനസ്സിലായോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥൻ. മുമ്പ് ഒരു വിവാദമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആഫീസിൽ നിന്ന് പോയ കത്തിനകത്ത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിനകത്ത് BJPയുടെ സീല് എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഈ സീല്, BJPയുടെ സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആഫീസിൽ വരിക? കാര്യങ്ങൾ വ്യക്തമാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതൊരു അബദ്ധം പറ്റിയതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സീൽ മേശപ്പുറത്തുണ്ടായിരുന്നു, മാറി കുത്തിയതാണെന്നുള്ളത്. എങ്ങനെയാണ് BJPയുടെ സീൽ അവിടെ വന്നു എന്നുള്ളത് കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പൊ അത്രക്കും ഈ സംഘപരിവാർ വിധേയത്വമുള്ള ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മറ്റാരെയും കിട്ടാത്ത പോലെ അയാളെ പിടിച്ചിട്ട് തന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നു. ആർക്കു വേണ്ടി? അതേ ആളെ പിടിച്ചിട്ട് ഈ തുറമുഖ വകുപ്പിന്റെയും ചുമതല ഏൽപ്പിക്കുന്നു. ആർക്കു വേണ്ടി? കൃത്യമാണ്. എന്നിട്ടാണ് അദാനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്തു കൊടുത്തതാണ് എന്നുള്ള രീതിയിൽ പത്രസമ്മേളനത്തിൽ വന്ന് വലിയ നുണകൾ പറയുന്നത്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടുള്ള നുണകളൊക്കെ പൊളിഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരാണ് അദാനി? രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും ആവർത്തിച്ച് പറയുന്ന പേരാണ് അദാനി. അദാനിയും മോദിയും ബായ് ബായ്. ഇന്ന് കാണുന്ന അദാനി അല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. മോദി അധികാരത്തിൽ ഏറ്റവും നമ്മളാരും അധികം കേൾക്കാത്ത ഒരു പേര്, ഒരു രത്ന വ്യാപാരി എന്നുള്ള രീതിയിൽ മാത്രം ചിലർ മാത്രം അറിയപ്പെട്ടിരുന്ന അദാനി മോദിയുടെ കൂടെ പ്രധാനമന്ത്രിയായ ഉടനെ ഒരു വിമാനയാത്ര നടത്തുന്നു. ജർമ്മനിയിലേക്കും കൊണ്ട് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. ആ വിമാനയാത്ര വിവാദമായത് മോദിയെ സ്വാധീനിച്ചുകൊണ്ട് 5000 കോടി രൂപയുടെ SBI വായ്പ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് തുടക്കത്തിൽ വിവാദമായത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് മോദി ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും, നിരവധിയായ പോർട്ടുകൾക്ക് ചെറിയ തുക 1-2 രൂപയ്ക്കൊക്കെ വർഷത്തിന് ലീസിന് കൊടുക്കുന്ന മോദിയെയാണ് പിന്നെ കണ്ടത്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ മോദി ഈ അദാനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് പോവുക. ആ അദാനി ഗ്രൂപ്പിന്റെ ഇന്നത്തെ ആസ്തി, അന്ന് 5000 രൂപ SBIയുടെ ലോൺ എടുത്ത വിവാദമായ കാര്യം ഓർക്കുക. എന്നാൽ അതേ അദാനി ഗ്രൂപ്പ് മോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നേടിയത് ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ്. 8 ലക്ഷം കോടി രൂപ, 5000 കോടി രൂപ ലോൺ എടുത്തത് വിവാദമായ അതേ കക്ഷിയുടെ അദാനി ഗ്രൂപ്പിന്റെ ഇന്നത്തെ ആസ്തി ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ്. ആ അദാനിക്ക് വേണ്ടി മോദിയോളം അല്ലെങ്കിൽ മോദിയേക്കാൾ കൂടുതൽ പണിയെടുക്കാൻ തയ്യാറായിട്ടാണ് സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ മറ്റ് മുഖ്യമന്ത്രിമാരാരും ഏറ്റെടുക്കാൻ മടിച്ച തുറമുഖ വകുപ്പ് ഇദ്ദേഹം ഏറ്റെടുക്കുന്നത് അദാനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വ്യക്തമാണ്. അതിന് തടസ്സമായ കോൺഗ്രസിന്റെ പശ്ചാത്തലമുള്ള ദിവ്യ എസ് അയ്യരെ നീക്കിയതും ഇതിനു വേണ്ടി മാത്രമാണ്. അതല്ലാതെ സതീശൻ പറയുന്ന നുണകൾ ഒരുപക്ഷെ പച്ചപ്പട അസർഫുമാരും ത്രിവർണ്ണ മൊയന്തുകളും വിശ്വസിച്ചെന്ന് വരും. ബാക്കിയുള്ളവർ, സാമാന്യ വിവേകമുള്ളവർ ഇത് വിശ്വസിക്കില്ല. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, സതീഷിനെ മുമ്പൊരിക്കൽ വൈകിയെത്തിയ പത്രസമ്മേളനത്തിൽ എത്താൻ വൈകിയ സമയത്ത്
അന്നത്തെ KPCC പ്രസിഡന്റ് സതീഷിനെ വിശേഷിപ്പിച്ച ഒരു പദമുണ്ട്, ഈ മൈക്കിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ല. ആ പദം ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും അയാൾക്ക് കൃത്യമായി യോജിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.